Hello, welcome to accountancy class. It's me Habiba here. So നമ്മുടെ essay questionൽ എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആണ് ഇന്ന് ഇവിടുത്തെ ക്ലാസ് എടുക്കുന്നത്. ജസ്റ്റ് ഒറ്റൊരു ക്വസ്റ്റ്യനിൽ ഡബിൾ കോളം ക്യാഷ് ബുക്ക് നിങ്ങൾക്ക് എന്താവും ക്ലിയർ ആക്കി തരും. ഓക്കെ, വാട്ട് ഈസ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്? The cash book having two columns of amount on each side is called a double column cash book. Double column cash bookന് രണ്ട് കോളം ഉണ്ടാവും. As the name indicates, അതിന് രണ്ട് കോളം ഉണ്ടാവും. എന്തെന്നാ ഒരു കോളമാണ് ബാങ്ക്, ഒരു കോളം എന്താണ് ക്യാഷ്. സെയിം ക്രെഡിറ്റ് സൈഡിലും ഒരു കോളം ബാങ്ക്, ഒരു കോളം എന്തായിരിക്കും ക്യാഷ്. ഓക്കെ, ഓൾ ദ പേയ്മെന്റ്സ് ഇൻ ടു ദ ബാങ്ക് ആർ റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. എല്ലാ പേയ്മെന്റുകളും ഇൻ ടു ദ ബാങ്ക്, പേയ്മെന്റ് ഇൻ ടു ദ ബാങ്ക്, ബാങ്കിലേക്ക് വരുന്ന അല്ലെങ്കിൽ ക്യാഷ് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നതൊക്കെ എവിടെ റെക്കോർഡ് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. ഓൾ ദ പേയ്മെന്റ് ഓർ വിത്ഡ്രോവൽ ഫ്രം ദ ബാങ്ക്സ് ആർ റെക്കോർഡഡ് ആസ്, ബാങ്കിൽ നിന്നും പോകുന്നതൊക്കെ എവിടെ മെൻഷൻ ചെയ്യും? ക്രെഡിറ്റ് സൈഡിലും മെൻഷൻ ചെയ്യും. ഓക്കെ, ഇതിലൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. അതായത് ഒരു എഫക്റ്റിൽ തന്നെ രണ്ട് സൈഡിലും എഫക്ട് വരും. കോൺട്രാ എഫക്ട്, രണ്ട് എഫക്ട് വരുന്ന എൻട്രീസ് ആണ് എന്ത്? കോൺട്രാ എൻട്രി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ റെസിപ്റ്റ് ഉണ്ടാവും, പേയ്മെന്റ് ഉണ്ടാവും. എല്ലാ വരവുകളും, റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകംസ് ആണ്. എല്ലാ കമ്പനിയുടെ ഉള്ളിലേക്ക് ക്യാഷ് വരുന്നതൊക്കെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കമ്പനിയുടെ ഉള്ളിൽ നിന്ന് ക്യാഷ് പോകുന്നതൊക്കെ എന്ത് ചെയ്യും? പേയ്മെന്റ് സൈഡിൽ ക്രെഡിറ്റും ചെയ്യും. ഈസി ആണല്ലോ അല്ലെ? അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഒന്ന് നോക്കിക്കേ, പ്രിപ്പയർ എ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് 1000 നമ്മുടെ കൈമേൽ ഉള്ളതാണ് അല്ലെ? സോ നമ്മൾ എവിടെ മെൻഷൻ ചെയ്യത്? ഡെബിറ്റ് സൈഡിലാണ് മെൻഷൻ ചെയ്യുക. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അനിക ബൈ ചെക്ക്. ചെക്ക് കൊടുത്തിട്ട് അനികിന്റെ കൈമെന്ന് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. അതായത് നമ്മുടെ ക്യാഷ് പോവാണ് അല്ലെ? പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പെൻസ് ആണ്. ഇത് എവിടെ മെൻഷൻ ചെയ്യാം? യെസ്, ക്രെഡിറ്റിലാണ് മെൻഷൻ ചെയ്യുക. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് ക്യാഷിന് കൊടുത്തു, സോൾഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? പൈസ എന്ത് ചെയ്ത്? ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് റെസിപ്റ്റ് ആണ്. അപ്പൊ അതെന്താ ചെയ്യാ? ഡെബിറ്റ് ചെയ്യും. പെയ്ഡ് സാലറി ആൻഡ് വേജസ് ബൈ ചെക്ക്. പെയ്ഡ്, പേ ചെയ്തു. സോ വിച്ച് ഈസ് ക്രെഡിറ്റ്. ചെക്ക് ആവുമ്പോൾ ബാങ്ക് ക്യാഷ് ചെക്കിന്റെ ബേസിൽ മാറും കേട്ടോ. പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് പേ ചെയ്തു. എന്ത് പേ ചെയ്തു? ക്യാഷ് പേ ചെയ്തു. വിച്ച് മീൻസ് ദിസ് ഇസ് കോൺട്രാ എൻട്രി അല്ലെ? പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിലേക്ക് കൊടുത്തു. എത്രയാണ്? 4000. അതായത് ഡെബിറ്റും വരും ക്രെഡിറ്റും വരും. നമുക്ക് നോക്കാം. റിസീവ്ഡ് കമ്മീഷൻ, കമ്മീഷൻ റിസീവ് ചെയ്തു, ക്യാഷ് കൂടി, ദാറ്റ് ഈസ് ഡെബിറ്റ്, ക്യാഷ് വന്നു. വിത്ഡ്രൂ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്, ദിസ് ഇസ് ഓൾസോ എ കോൺട്രാ എൻട്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മെൻഷൻ ചെയ്യാം. സോ ജാനുവരി 1 അല്ലെ? 1 പെർട്ടിക്കുലേഴ്സ് ഇടാ. ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് എത്ര? ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത് ബാങ്കില് 6000 ഉണ്ട്, ക്യാഷില് 1000. ബാങ്കിൽ എത്ര ഉള്ളത്? 6000, ക്യാഷില് 1000. ഓക്കെ, നെക്സ്റ്റ് എന്താ വരുന്നത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അനിക ബൈ ചെക്ക്. ചെക്കായിട്ട് അനികന്റെ കൈമെന്ന് എന്ത് പർച്ചേസ് ചെയ്തു? ഗുഡ്സ് പർച്ചേസ് ചെയ്തു. സോ ഇവിടെയാണ് ഡേറ്റ് എന്നാ വരുന്നത്. ഡേറ്റ് എല്ലാം സെയിം 5 ജാനുവരി 5 എന്ത് ചെയ്തു? പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ അനക. പർച്ചേസസ് നേതാ ബൈ പർച്ചേസസ് എത്രയാണ് വരുന്നത്? 1200. സോറി, ബാങ്കിലാണ് വരുന്നത്. സോ നമ്മള് ചെക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. അതായത് 1200 ബാങ്കിലാണ് വരുന്നത്. എത്രയാണ്? 1200 ബാങ്കിലാണ് വരുന്നത്. ഓക്കെ, ഗുഡ്സ് പർച്ചേസ്ഡ് 1200 നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അതുകൊണ്ടാണ് എന്തിൽ വന്നത്? ബാങ്കില് വന്നത്. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് ക്യാഷിന് വിറ്റു, സെയിൽ ചെയ്തു, നമുക്ക് ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? സെയിൽസ് അല്ലെ? സെയിൽസ് എപ്പോഴാണ്? എവിടേക്കാ വന്നത്? ക്യാഷ് സെയിൽസ് ആണ് അല്ലെ? സോ 12,000. സോ ക്യാഷിലേക്ക് 12,000 എന്ത് ചെയ്യാം? കൂട്ടാം. നെക്സ്റ്റ്, പെയ്ഡ് സാലറീസ് ആൻഡ് വേജസ് ബൈ ചെക്ക്. പെയ്ഡ് എന്ന് പറയുമ്പോൾ പേയ്മെന്റ് ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡില്. എന്ത് കൊടുത്തിട്ടാണ്? ചെക്ക് കൊടുത്തിട്ടാണ് പേയ്മെന്റ് ചെയ്തത്. അതായത് സാലറി ആൻഡ് വേജസ് എന്താണ്? ചെക്ക് കൊടുത്തിട്ടാണ്. എത്രയാണ്? 1600. ഓക്കെ, 1600 ആണ്. സോ 1600. നെക്സ്റ്റ് എൻട്രി എന്താണ്? പെയ്ഡ് സാലറി ബൈ ചെക്ക് ചെയ്തു. പെയ്ഡ് ഇൻ ടു ബാങ്ക്, കോൺട്രാ എൻട്രി ആണ് അല്ലെ? പെയ്ഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിന് കിട്ടി, ക്യാഷ് പോയി. എന്ത് കാരണത്താലാണ് ക്യാഷ് പോയത്? ബാങ്കിലേക്ക് ഇട്ടപ്പോഴാണ് ക്യാഷ് പോയത്, പേയ്മെന്റ് പോയത്. എത്രയാണ്? 4000. സോ ക്യാഷിൽ എന്ത് വരും?
4000 വരും. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്തത്? ബാങ്കിന് കിട്ടി. എന്ത് കാരണത്തോണ്ട്? ക്യാഷ് കാരണം കൊണ്ട് ബാങ്കിന് എന്ത് വന്നു? 4000 വന്നു. ക്യാഷ് കാരണം കൊണ്ട് ബാങ്കിൽ എന്ത് വന്നു? 4000 വന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് കോൺട്രാ എൻട്രി. നെക്സ്റ്റ് റിസീവ്ഡ് കമ്മീഷൻ. നമുക്ക് കമ്മീഷൻ കിട്ടി. റിസീവ്ഡ് കമ്മീഷൻ ബാങ്ക് ത്രൂ ഒന്നല്ല, ക്യാഷ് ആണ്. റിസീവ്ഡ് കമ്മീഷൻ എത്ര വരുന്നത്? 700. ക്യാഷ് എത്ര വരുന്നത്? 700. നെക്സ്റ്റ് എന്താണത്? ലാസ്റ്റ് വിത്ത്ഡ്രൂ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ബാങ്കിൽ നിന്നും എന്ത് ചെയ്തു? വിത്ത്ഡ്രൂ ചെയ്തു. എത്ര? 1100 ബാങ്കിൽ നിന്നും എന്ത് ചെയ്തു? വിത്ത്ഡ്രൂ ചെയ്തു. ലാസ്റ്റ് വിത്ഡ്രോവൽ ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിന് വേണ്ടി ബാങ്കിൽ നിന്നും എന്ത് ചെയ്തു? വിത്ത്ഡ്രൂ ചെയ്തു. ബാങ്കിൽ നിന്നുമാണ് വിത്ഡ്രൂ ചെയ്തത്. സോ ക്യാഷ് ആയിട്ട് ബാങ്കിൽ നിന്നും എത്ര എടുത്തു? 1100 എടുത്തു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? 1100 ക്യാഷ് വഴി വന്നു. എവിടേക്ക്? ക്യാഷിലേക്ക് 1100 വന്നു. ഇതാണ് ഇതിന്റെ ഒരു റെക്കോർഡ്. ഇനി എന്ത് ചെയ്താൽ മതി? നേരെ ബാലൻസ് ചെയ്താൽ മതി. ഓക്കെ, 6000 പ്ലസ് 4000 ഇവിടെ എത്ര വരും? 10,000. ഈ സൈഡാണ് കൂടുതൽ എന്ന് നമുക്ക് തോന്നാം. നെക്സ്റ്റ് 1000 പ്ലസ് 12,000 പ്ലസ് 1000 പ്ലസ് 1100 14,800 എന്ന് വെച്ചാൽ ഈ ഒരു സൈഡും എന്ത് വേണം? ബാങ്ക് സൈഡ് എത്ര ഉള്ളത്? 10,000 ആണ്. ക്യാഷ് സൈഡ് 14,800 ആണ്. ഇത് ബാലൻസ് ചെയ്യാൻ എത്ര വരും? യെസ്, 10,800 ഈ ഒരു സൈഡിലും 6,100 നെക്സ്റ്റ് സൈഡ്. ബാലൻസ് ബ്രൗട്ട് carry down. Okay, 6,100, 10,800. This is how you do the double column cash book. Okay, thank you.